ചൈന വികസിപ്പിക്കുന്ന H-20 സ്റ്റെൽത്ത് ബോംബർ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഭീഷണി ഉയർത്തുമ്പോൾ ഇന്ത്യക്കും ഒരു ബോംബർ വിമാനം എന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആധുനിക യുദ്ധങ്ങളിൽ വ്യോമ മേധാവിത്വത്തിനാണ് പ്രാധാന്യം. ഡ്രോണുകൾക്കും കൃത്യതയാർന്ന മിസൈലുകൾക്കും പ്രാധാന്യം കൂടിയിട്ടുണ്ടെങ്കിലും ദീർഘദൂരത്തിൽ ശത്രുവിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർക്കാൻ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ലോകത്ത് യഥാർത്ഥ ഗ്ലോബൽ സ്ട്രൈക്ക് ശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബർ കൈവശമുള്ളത് അമേരിക്കയ്ക്കാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും ദീർഘദൂര ബോംബർ വിമാനങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യക്ക് അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്നത് ഒരു പരിമിതി തന്നെയാണ്. ചൈനയുടെ നിലവിലെ സൈനിക പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് സിയാൻ H-20 എന്ന സ്റ്റെൽത്ത് ബോംബർ വിമാനം. അമേരിക്കയുടെ B-2, B-21 പോലുള്ള ദീർഘദൂര സ്റ്റെൽത്ത് ബോംബറുകൾക്ക് സമാന ശേഷിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിലൂടെ ചൈന വികസിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം 8000 മുതൽ 12000 കിലോമീറ്റർ ദൂരപരിധിയും റഡാറിനെ മറികടക്കാനുള്ള സ്റ്റെൽത്ത് ശേഷികളും ക്രൂയിസ് മിസൈലുകൾ, ആണവായുധങ്ങൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചൈന ഈ സ്റ്റെൽത്ത് ബോംബർ വികസിപ്പിക്കുന്നത്. നിലവിൽ ചൈനയുടെ കൈവശമുള്ള പ്രധാന ബോംബർ സിയാൻ H-6 ആണ്. എന്നാൽ അത് പഴയ ഡിസൈനിലുള്ളതും സ്റ്റെൽത്ത് കഴിവ് കുറഞ്ഞതും അതിന്റെ റേഞ്ച് പരിമിതവുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയെ പോലും വെല്ലും വിധമുള്ള പുതിയ പദ്ധതിയായ H-20 സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന്റെ വികസനത്തിലേക്ക് ചൈന കടന്നിരിക്കുന്നത്. ചൈനയുടെ ഈ പദ്ധതി പൂർണ്ണമായി തീർന്നാൽ H-20ക്ക് ഇന്ത്യയുടെ ഉൾഭാഗങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വരെ എത്താൻ കഴിയും. അതുപോലെ തന്നെ റഡാറുകൾക്കും രാജ്യത്തിന്റെ S-400 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കും അത് വലിയ വെല്ലുവിളി ഉയർത്തും. മാത്രവുമല്ല, ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ തന്നെ H-20യുടെ വരവോടെ മാറാനും സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും സ്വന്തമായി ദീർഘദൂര സ്റ്റെൽത്ത് ശേഷി കൈവരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ നിലവിലെ യുദ്ധവിമാനങ്ങളായ സുഖോയ് 30 MKI, റഫേൽ തുടങ്ങിയവ അയൽ രാജ്യങ്ങളോട് പോരാടാൻ മതിയായ ശേഷിയുള്ളവയാണ്. എന്നാൽ ചൈനയെ പോലുള്ള വലിയ ഭൂപ്രദേശങ്ങളുള്ള രാജ്യങ്ങൾക്കുള്ളിലെ ഉൾപ്രദേശങ്ങളിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ അവയ്ക്ക് പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് റഡാറുകളിൽ നിന്ന് മറിഞ്ഞ് ദീർഘദൂരത്തിൽ പ്രഹരം നടത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് ബോംബറുകളുടെ ആവശ്യകത ഉയരുന്നത്. ഡിറ്ററൻസ് അഥവാ ശത്രുവിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷി എന്നത് ആ രാജ്യത്തിന്റെ ആയുധബലത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന കാര്യമല്ല. ശത്രുവിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി ആയുധങ്ങൾ നിരത്തുന്നതിനേക്കാൾ അവ ഉപയോഗിച്ചാൽ തങ്ങൾക്ക് എത്രമാത്രം പ്രതിരോധിക്കാനാകുമെന്ന ഭയം വളർത്തുക എന്നതാണ് ഡിറ്ററൻസ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ ഒരു ദീർഘദൂര ബോംബറിന് രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകമാകാനാകും. ആണവ പ്രതിരോധത്തിലെ ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തിയാക്കുന്നതിനും ഇത്തരമൊരു ദീർഘദൂര ബോംബറിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. നിലവിൽ ഇന്ത്യ മിസൈലുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും ആശ്രയിച്ചാണ് ആകാശമാർഗത്തിലുള്ള ആണവശേഷി ഉറപ്പുവരുത്തുന്നത്. മുമ്പ് ഇന്ത്യയുടെ കൈവശം B-24 ലിബറേറ്റർ, ക്യാൻബറ തുടങ്ങിയ ബോംബറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2007 ശേഷം രാജ്യം പുതിയവയൊന്നും സ്വന്തമാക്കിയിട്ടില്ല. ആധുനിക യുദ്ധരീതികളിൽ മാറ്റം വന്നതിനാലും മൾട്ടി റോൾ ഫൈറ്ററുകളുടെ ഉപയോഗം വ്യാപകമായതിനാലുമാണ് ഇന്ത്യ അത്തരമൊരു കാര്യം ചിന്തിക്കാതിരുന്നത്. മാത്രവുമല്ല, സ്റ്റെൽത്ത് ബോംബറുകൾക്ക് വലിയ സാമ്പത്തിക ചെലവും ആവശ്യമാണ്. അതുപോലെ തന്നെ അവ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതും അത്യന്തം ചെലവേറിയ കാര്യമാണ്. ഇതൊക്കെ മുൻനിർത്തിയാണ് ഇന്ത്യ സ്റ്റെൽത്ത് ബോംബർ പദ്ധതികളിലേക്ക് കടക്കാതിരുന്നത്. മാത്രവുമല്ല, ഇന്ത്യയുടെ കൈവശമുള്ള ദീർഘദൂര പ്രഹരശേഷിയുള്ള അഗ്നി, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾ ബോംബറുകൾക്ക് സമാനമായ പല ദൗത്യങ്ങളും ചെയ്യാൻ ശേഷിയുള്ളവയാണ്. അതിനാൽ തന്നെ റഷ്യയിൽ നിന്ന് സ്റ്റെൽത്ത് ബോംബർ സ്വന്തമാക്കുക എന്ന പദ്ധതിക്കും ഇന്ത്യ വലിയ പ്രാധാന്യം നൽകിയില്ല. നിലവിൽ ഘാതക് എന്ന സ്റ്റെൽത്ത് UCAV പദ്ധതി രാജ്യം നടപ്പിലാക്കി വരുന്നുണ്ട്. മനുഷ്യരില്ലാതെ പ്രവർത്തിക്കുന്ന ബോംബർ സമാന പ്ലാറ്റ്ഫോം വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഫ്ലൈയിംഗ് വിംഗ് ഡിസൈൻ റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും. 2022 ജൂലൈയിൽ ഘാതകിന്റെ ചെറിയൊരു രൂപം സ്വിഫ്റ്റ് എന്ന പേരിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിക്കുകയുണ്ടായി. ഇന്ത്യ സ്റ്റെൽത്ത് ബോംബർ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്ന പേരിൽ അടുത്തിടെ ഒരു റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി. ULRSA എന്ന പേരിൽ 12000 കിലോമീറ്റർ പരിധിയുള്ള ഒരു സ്റ്റെൽത്ത് ബോംബർ ഇന്ത്യ വികസിപ്പിക്കുന്നുവെന്നാണ് ആ റിപ്പോർട്ടുകൾ പരാമർശിച്ചത്. 12000 കിലോമീറ്റർ റേഞ്ചുള്ള ULRSA എന്ന പേരിൽ ഒരു സ്റ്റെൽത്ത് ബോംബർ ഇന്ത്യ വികസിപ്പിക്കാനൊരുങ്ങുന്നുവെന്ന വാർത്തകളാണ്
നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ B-21 റെയ്ഡർ വിമാനത്തിന് തുല്യശേഷിയുള്ള സ്റ്റെൽത്തർ വിമാനമാണ് അതിലൂടെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഇത്തരമൊരു വാർത്ത നിഷേധിക്കുകയുണ്ടായി. നിലവിൽ അത്തരമൊരു പദ്ധതി പരിഗണനയിലില്ലെന്ന് രാജ്യത്തെ പ്രതിരോധ വികസന ഗവേഷണ സംഘടനയായ DRDOയും വ്യക്തമാക്കി. എന്നിരുന്നാലും ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യക്ക് ദീർഘദൂരശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ അനിവാര്യമാണെന്നതിൽ തർക്കമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.